നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ എന്തായിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഈ അബൂ അബ്ബാസ് അസ്സർ തങ്ങൾ ഇയാളൊരു കൺക്ലൂഷന് അല്ലെങ്കിൽ അക്രം നദവിന്റെ കൺക്ലൂഷന് പോകുന്നത് എന്താ വെച്ചാല് നമുക്ക് ഒരുപാട് തൊബക്കാത്തുകളില് അല്ലെങ്കിൽ മറ്റേ സഹാബി ഇമാമിന്റെ അള്ളാഹു ഫി അഹ്ലിൽ ഖർനി താസിയ, പിന്നെ ഒരു ആശറിന്റെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ, നേരത്തെ അങ്ങനെ കുറച്ച് കിതാബുകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഒരുപാട് എന്താവുന്നുണ്ട്, സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ സുയൂത്തി ഇമാം ആരിൽ നിന്നൊക്കെ ഹദീസ് സ്വീകരിച്ചിരുന്നു. ഇവര് മുഅ്ജമുൽ അറിയില്ലേ, ഇതെടുത്ത് നോക്കുമ്പോ അതിലൊക്കെ എന്താണ് ഒരുപാട് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ഇത്രമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു, അവര് ഹദീസ് സ്കോളേഴ്സ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് മൂപ്പരൊരു ആർഗ്യുമെന്റും കൺക്ലൂഷനും പോകുന്നത്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, അല്ലെങ്കിൽ ഇവര് ഇങ്ങോട്ട് മുമ്പ് എത്തുന്ന കൺക്ലൂഷൻ ഇവരൊക്കെ ഹദീസ് സ്കോളേഴ്സ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ്. സ്കോളർ ആണ് ട്രാൻസ്മിറ്റർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് തിൽമീദ് എന്നുള്ളത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതെ അവിടെ റാവി നാഖിൽ എന്ന് പറയാനുള്ള ഒരു കാരണം ലാസ്റ്റ് പറയുന്നു പറഞ്ഞല്ലോ. അത് കാരണം ഇതാണ്, എല്ലായിടത്തും ഷെയ്ഖും തിൽമീദും ആയിക്കൊള്ളുന്നില്ല. ഷെയ്ഖ് ചിലപ്പോൾ ഷെയ്ഖ് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ റാവി ഷെയ്ഖ് തന്നെ ആവണമെന്നില്ല. അബൂ അബ്ബാസ് അസ്സർ ഒരിക്കലും ഷെയ്ഖ് ആയിരുന്നില്ല. ഓക്കെ അബൂ അബ്ബാസ് അസ്സർ ഒരിക്കലും എന്തായിരുന്നില്ല, ഷെയ്ഖ് ആയിരുന്നില്ല. ഷെയ്ഖ് മൂപ്പര് ഹദീസ് ഡിസിപ്ലിനെ ട്രെയിൻഡ് ആയിട്ടോ അങ്ങനത്തെ ഒരാളായിരുന്നില്ല. അപ്പോ ഇത് സംഭവം എന്താ വെച്ചാല്, ഈ സ്ത്രീകളായിട്ടുള്ള ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ എടുത്തു നോക്കുമ്പോ അവരുടെ ഇപ്പോ സഹാബി ഇമാമിന്റെ ഈ അള്ളാഹു ഫി അഹ്ലിൽ ഖർനി താസിയില് ഒരു സെപ്പറേറ്റ് ഇത് മൊത്തം സ്ത്രീകളെ കുറിച്ചാണ്. അതിൽ 1075 സ്ത്രീകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതെടുത്തു നോക്കുക. പിന്നെ വേറെയും കുറെ ഡോക്യുമെന്ററി എവിഡൻസ് ലൈക്ക് ഈ സമാഅത്ത്, മജാലിസു സമാഅത്ത് എടുത്തു നോക്കുക. അതിൽ നമുക്ക് ഡേറ്റ് കാണാൻ കഴിയും. അപ്പൊ ഈ ഡേറ്റ് ഇതൊക്കെ നോക്കുമ്പോൾ ഇവര് അധിക സ്ത്രീകളും ഈ ഹദീസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് അവരുടെ 70 വയസ്സിലും പിന്നെ 80 വയസ്സിലും 90 വയസ്സിലും 100 വയസ്സിലും എത്തുമ്പോഴാണ്. അപ്പോ അവര് സ്കോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവര് നേരത്തെ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങണ്ടേ? അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, ഈ സമാഅത്തിലും പിന്നെ ഇങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെ കുറിച്ച് പറയുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ ആണുങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അവിടെ ഹാഫിൽ എന്നും അല്ലെങ്കിൽ അല്ലാമ എന്നും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ടേമുകള്, സ്ത്രീകളുടെ കയ്യിൽ വരുമ്പോ അത് സ്വാലിഹാന്നും അല്ലെങ്കിൽ സാഹിദാന്നും അതല്ലെങ്കിൽ ഭയങ്കര തഖ്വയുള്ള ആള്, ആ രീതിയിലാണ് അവരെ എന്ത് പോണത്, ലഖബുകളും നാത്തുകളും പോകുന്നത്. പിന്നെ അല്ലാതെ മുഹമ്മർ ഇപ്പോ ഭയങ്കര വയസ്സ് ദീർഘ വയസ്സ് ഉള്ള ആ രീതിയിലൊക്കെ വസ്ഫുകൾ പോകണ്ട്. അതല്ലാതെ എന്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല, അവർ സ്കോളേഴ്സ് ആയിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ഗാരറ്റ് ഡേവിഡ്സൺ വെക്കുന്ന ആർഗ്യുമെന്റ് എല്ലാ സ്കോളേഴ്സും എസെൻഷ്യലി എന്തായിരുന്നു, എല്ലാ ട്രാൻസ്മിറ്റേഴ്സും എസെൻഷ്യലി സ്കോളേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്കോളേഴ്സ് അതിനെ കുറിച്ച് ഇപ്പൊ കരീം അൽ മർവസിയ സ്വഹീൽ ബുഖാരിന്റെ ഏറ്റവും ആ കാലത്തുണ്ടായിരുന്ന അസ്വഹായിട്ടുള്ള സനത് കരീമ മർവസിയിലൂടെ പോയിരുന്നു. പിന്നെ മുപ്പത്തിയേഴ് മക്കയിലുണ്ടായിരുന്നു. മക്കയിൽ ഇരുന്നിട്ട് മാനുസ്ക്രിപ്റ്റ് കൾച്ചറിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടായിരുന്ന ഭയങ്കര കണിശക്കാരിയായിരുന്നുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാല് വേറൊരു കോപ്പി നോക്കിയിട്ട് ഇത് നോക്കാൻ പറ്റൂല, പകർത്താൻ പറ്റൂല, എന്റെ കോപ്പി എന്നോടൊപ്പം തന്നെ ഇരുന്ന് പകർത്തണം. അപ്പൊ അങ്ങനത്തെ എക്സെപ്ഷണൽ കേസുകൾ നമുക്ക് കാണുന്നുണ്ട്. എന്നാല് വേറെ ഇത് വെച്ചിട്ട് ഒരുപാട് വുമൻ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താവുക, എന്ത് കൺക്ലൂഡ് ചെയ്യാ, ഇവരൊക്കെ വുമൻ സ്കോളേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്.